ഹൈഡ്രാ ഫേഷ്യൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു വാട്ടർ ബേസ്ഡ് ഫേഷ്യൽ ആയിട്ട് തന്നെ ഇതിനെ കാണണം. ഓയിൽ സ്കിന്നാണെങ്കിൽ അതിന്റെ ഓയിൽ കൺട്രോൾ ചെയ്ത് അത് കുറച്ച് അതാണ് എന്ന് വെച്ചാൽ നമുക്ക് കൺസൾട്ട് ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഹൈഡ്രാ ഫേഷ്യൽ ഒരു വാട്ടർ ബേസ്ഡ് കണ്ടന്റ് കൂടുതലുള്ള ഫേഷ്യൽ ഫേഷ്യൽ ആണ്. ആണല്ലേ? ഹായ് വിജി, ഇപ്പോഴും ട്രെൻഡ് ഔട്ട് ആകാതിരിക്കുന്ന ഫേഷ്യൽ ആണല്ലോ ഹൈഡ്രാ ഫേഷ്യൽ. അതിന്റെ ഗുണങ്ങൾ എന്തെല്ലാം? അത് ഏത് സ്കിന്നുകാർക്ക് ചെയ്യാൻ പറ്റും? ഹൈഡ്രാ ഫേഷ്യൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു വാട്ടർ ബേസ്ഡ് ഫേഷ്യൽ ആയിട്ട് തന്നെ ഇതിനെ കാണണം. ഇതിപ്പോ ഒരു ഓൾ സ്കിൻ ഫേഷ്യൽ ആണ്. ഇപ്പൊ നോർമൽ സ്കിന്നുകാർക്ക് നോർമൽ സ്കിന്നിന് ചെയ്യാം. നോർമൽ സ്കിന്നിന് ചെയ്യുമ്പോൾ എന്താ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ അവരുടെ സ്കിൻ ടോൺ കറക്റ്റ് ചെയ്ത് കിട്ടും. ഓയിൽ സ്കിന്നാണെങ്കിൽ അതിന്റെ ഓയിൽ കൺട്രോൾ ചെയ്തിട്ട് അവർക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ചെയ്യാം. അപ്പൊ ഡ്രൈ സ്കിന്നുകാർക്കാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് മോയ്സ്ചറൈസർ കൂടുതലായിട്ട് ഫീൽ ചെയ്യും അല്ലെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ പിഗ്മെന്റേഷൻ ഒക്കെ വരുന്ന പിഗ്മെന്റേഷൻ വരുമ്പോൾ നമുക്കതൊരു സിറ്റിംഗ് ആണ്. ഇപ്പോ പിഗ്മെന്റ് വരുന്നുണ്ട്. ഇപ്പൊ സിറ്റിംഗ് ബേസ് എടുക്കാൻ പറ്റുന്നത് എന്താ വെച്ചാൽ പിഗ്മെന്റേഷൻ, ആക്നെ, കരിമംഗല്യം, കുറച്ച് കരിമംഗല്യം, ആ ഒരു 3 ടൈപ്പ് സ്കിൻ ടൈപ്പ് വരുമ്പോ നമ്മൾ അതൊരു സിറ്റിംഗ് ബേസിലോട്ട് പോണെന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ പിമ്പിൾസ് ഉള്ള കുട്ടികൾക്കാണെങ്കിൽ അതെ, അത് പിമ്പിൾസിനെ കുറച്ച് കൊണ്ടുവരും. സെൻസിറ്റീവ് സ്കിന്നിന് യൂസ് ചെയ്യാൻ അങ്ങനെ അത് കുറച്ച് അതാണ് എന്ന് വെച്ചാൽ നമുക്ക് കൺസൾട്ട് ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, അപ്പം നമുക്ക് ഈ കണ്ടടിയിലുള്ള റിങ്കിൾസ് അങ്ങനെയുള്ളതൊക്കെ മാറാനൊക്കെ അത് സഹായിക്കും. ഇപ്പൊ 30+ കഴിയുമ്പോ തന്നെ നമുക്ക് റിങ്കിൾസ്, ഫൈൻ ലൈൻസ്, സ്കിൻ സാഗിങ് അതിനും കൂടി നമുക്ക് സിറ്റിംഗ് ആയിട്ട് എടുക്കുമ്പോൾ നല്ലൊരു ഓപ്ഷൻ ആണ് ഹൈഡ്രാ ഫേഷ്യൽ. അപ്പൊ ഇതിന്റെ ആഫ്റ്റർ കെയർ യൂസ് ചെയ്യാൻ നിർബന്ധമാണ്? ആഫ്റ്റർ കെയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊരു ഫേഷ്യൽ എടുക്കുമ്പോഴും നമ്മൾ ആഫ്റ്റർ കെയർ അവരുടെ അടുത്ത് പറയും. ഫേസ് വാഷ്, ടോണർ, മോയ്സ്ചറൈസർ, SPF അതെടുക്കുമ്പോൾ നമുക്ക് ഫേഷ്യൽ ചെയ്തത് കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്ത് കിട്ടും. ഓക്കെ, ഹൈഡ്രാ ഫേഷ്യൽ ഒരു വാട്ടർ ബേസ്ഡ് കണ്ടന്റ് കൂടുതലുള്ള ഫേഷ്യൽ ആണ്. അതുപോലെ നമുക്ക് ഡീപ്പ് ക്ലെൻസിങ് വരുന്നുണ്ട് അതിൽ തന്നെ. എക്സ്ഫോളിയേറ്റിംഗ്, എക്സ്ട്രാക്ഷൻ അത് കൂടുമ്പോൾ നമുക്ക് എന്താ പറയാ, നന്നായിട്ട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ചെയ്തിട്ട് നമ്മളെ സ്കിന്നിലെ ടാൻ ഫുള്ള് റിമൂവ് ആക്കാൻ ഹൈഡ്രാ ഫേഷ്യൽ ഇത് ചെയ്യുമ്പോ തന്നെ നമ്മുടെ ഫേസിലെ കൊളാജന്റെ ഉൽപാദനം കൂടിയിട്ട് ഫേസിന് കുറച്ചൊരു കളർ, നല്ലൊരു ബ്രൈറ്റർ ആയിട്ട്